അൻസാർ. ഒന്ന് എല്ലാവരും ഒന്ന് ഈ മൂലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംസാരിക്കാം. ഇതിൽ കൂടുതൽ തമാശ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു കോമഡി കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫലൂദ ഫ്രീ ആയിട്ട് എന്തെങ്കിലും വീട്ടിലുണ്ടായതോ ഫ്രണ്ട്സിന്റെ ഇടയിലായതോ. എന്റെ ചേട്ടന്റെ പേരെന്തായിരുന്നു? കബീർ. കൃഷ്ണകുമാർ. രണ്ടുപേരും ഇവിടെ ഉള്ളവരാണ്. കോമഡി ഇത്തിരി സത്യമുള്ള കഥയാലും കുഴപ്പമില്ല. ഞങ്ങൾ 3 ഫ്രണ്ട്സായിട്ട് സ്കൂളിൽ നിന്ന് പല സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഇൻട്രസ്റ്റായി. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഞങ്ങൾ മദ്രാസിന് പോയി. ഞാനായിരുന്നു ലീഡർ. ഞാൻ മദ്രാസിന് കൊണ്ടുപോയി രണ്ടുപേരെ. മദ്രാസിന് കൊണ്ടുപോയി ട്രെയിൻ മിസ്സായിപ്പോയി. അന്നേരം ഞങ്ങൾ 3 പേരും കൂടി ട്രെയിൻ മിസ്സായിട്ട് നേരെ ഗുരുവായൂർ പോയി. എന്നിട്ട് ഗുരുവായൂരിന്ന് പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂരിന്ന് അവിടെയൊക്കെ കറങ്ങി ഒരു യാദൃശ്യമായിട്ടൊരു ഫ്രണ്ട്സിനെ കിട്ടി ഞങ്ങൾക്ക്. ഇവിടുന്ന് കോയമ്പത്തൂരിന്ന് ആ പുള്ളി ഞങ്ങളൊപ്പം കയറി ഞങ്ങളുടെ ഫ്രണ്ട്സായി. ഈ പുള്ളി ഫ്രണ്ട്സായി ഞങ്ങളുടെ എല്ലാം ഗൈഡായി. പുള്ളി ഗൈഡൊക്കെ ആയി. എന്നിട്ട് ഞങ്ങൾക്ക് മുംബൈ പോകാനായിരുന്നു. മുംബൈ പോകാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴേക്കും സേലത്തെത്തി. ഇതൊക്കെ എത്തി സേലത്തിറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെ നടന്ന് അവിടുന്ന് വണ്ടി കയറി. ഞങ്ങൾ ചെന്നൈയിലെത്തി. പശുവിനെ വിറ്റതും വെള്ളത്തിൽ ചാടിയതും നീന്തിയതും കഷ്ടപ്പെട്ടതൊക്കെ മദിരാശി വരാനാ. ചെന്നൈയിലെത്തി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇയാൾക്ക് ഫുഡൊക്കെ കൊടുത്ത് മേടിച്ച് കഴിച്ച് ഞങ്ങൾ കറങ്ങിയൊക്കെ വന്ന് ഇയാളെന്ത് ചെയ്തെന്നറിയോ? ഇയാൾ ഞങ്ങളോട് 3 പേരോടും കൂടി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും അവിടെ ഇരുന്നു. അന്നേരം ഒരുത്തനോട് ഈ പുള്ളി പറഞ്ഞു, അവൻ്റെ കയ്യിലായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾക്ക് 3 പേർക്കും ടിക്കറ്റ് എടുത്തു. 4 പേർക്കും ടിക്കറ്റ് എടുത്തു. 3 പേർക്കും ടിക്കറ്റ് എടുത്തു വന്നു. 3 പേർക്കും ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ പുള്ളി അന്നേരം പറഞ്ഞു, ഒരുത്തൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവനോട് പറഞ്ഞു നമുക്കൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറയും. അന്നേരത്ത് ഇവനുമായിട്ട് പോയി പുള്ളി ബാത്റൂമിൽ പോയിട്ട് ഒരു ചെറിയ പിച്ചാട്ടിയെ കാണിച്ചു. അവനോട് പറഞ്ഞ് മര്യാദക്ക് 3 ടിക്കറ്റ് എടുത്തോ, എന്നിട്ട് സ്ഥലം വിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ടുണ്ടല്ല ഇവൻ പേടിച്ച് പോകുന്നു. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ അവൻ കത്തി കഴിച്ച് ടിക്കറ്റ് മേടിച്ച് എടുത്തു. ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ വെള്ളം കുടിച്ച് കിടന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ചേട്ടനൊക്കെ ആ പറയാൻ കാണിച്ചില്ലേ, അതൊരു സന്തോഷമാണ്. നമുക്കിപ്പോൾ സാധാരണ ഒരാളുടെ ഒരു തമാശ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടന് കേക്ക് റീൽസ് നൽകുന്ന ഒരു ഫ്രീ ഫലൂദയാണ്.